മഹേശ്വര, നീ എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? ഐക്യാവാൻ ആഗ്രഹമുള്ള നീ ആണോടാ 3 അല്പന്മാരെ കണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്നത്? അവർക്ക് എന്നെക്കാൾ കൂടുതൽ ആരോഗ്യമുണ്ട്. അപ്പൊ നിനക്ക് ഐക്യാവുണ്ടല്ലേ? അതിന് ഞാൻ അവരോട് ഏറ്റുമുട്ടി എന്റെ കൈ കാലൊടിച്ചു. ഫൂൾ, നീ അറിഞ്ഞൊരടി അടിച്ചാൽ അവർ 5 കഷ്ണമാകുമടാ. കടത്തനാടൻ കളരിയിൽ കച്ച കെട്ടി പയറ്റിയതല്ലടാ നീ. അതൊക്കെ ശരി. ഏതാണോ ശരിയല്ലാത്തത്? ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്റെ പേര് വരും, പ്രൊമോഷൻ കിട്ടും. അങ്ങനെ നീ അയച്ചോ? പക്ഷേ എന്ത് പക്ഷേ? ഇതിനൊന്നും ധൈര്യമില്ലെങ്കിലേ ജോലി രാജിവെച്ച് കൈവണ്ടി വരിക്കാമോ? അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട. കഴിവില്ലാത്ത കഴുതകളെ കളിയാക്കിയേ പറ്റൂ. ഞാൻ കഴിവില്ലാത്തവനാണോ? കാണണം കാണണം. दो हैंड अप, 3 आदमी. എങ്ങനെയുണ്ട്? താങ്ക് യു. കണ്ടോ ഇപ്പോഴെന്ത് പറയുന്നു? സമ്മതിച്ചിരിക്കുന്നു. മിടുക്കൻ. പറഞ്ഞില്ലേ ശ്രീദേവി അമ്മേ, മക്കൾക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ അത് നടത്തി കൊടുക്കുന്നത് എനിക്ക് സന്തോഷമാണ്. അത് നിങ്ങളുടെ മകനാണെങ്കിൽ കൂടുതൽ സന്തോഷമാണ്. നിനക്ക് എന്റെ പിറന്നാൾ സമ്മാനം. എന്താ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. കേട്ടോന്നേ, മുമ്പൊക്കെ ഇവളുടെ പിറന്നാൾ സമ്മാനം വാങ്ങാൻ ഞാൻ വളരെ കഷ്ടപ്പെടുമായിരുന്നു. അതെന്താ? അന്നൊക്കെ ഇവൾ പാന്റ് ഷർട്ടിൽ ഉപയോഗിക്കുക. അമ്മ വന്നതിൽ പിന്നെ ഇവളുടെ സാരിയിലേക്കുള്ള ജമ്യം കാരണം എനിക്ക് ബുദ്ധിമുട്ട് കുറഞ്ഞിരിക്കുന്നു. അവൾക്കിന്ന് പിറന്നാളിനെ ഇഷ്ടപ്പെട്ട ഒരു സമ്മാനം കിട്ടിയിരിക്കുക മഹേശ്വര. എന്ത്? എവിടെ? ഞാനൊന്ന് കാണട്ടെ. പിറന്നാൾ സമ്മാനമായി അവൾക്ക് ഞാൻ എന്റെ മോനെ കൊടുക്കാൻ തീരുമാനിച്ചു. ശ്രീദേവി അമ്മയ്ക്ക് ലതയെ മരുമകളായി കിട്ടിയാൽ കൊള്ളാമെന്ന് ഒരാഗ്രഹം.
അവൾക്കും അത് ഇഷ്ടമാണ്. നീ എന്തു പറയുന്നു? ഞാനെന്ത് പറയാനാ, ഇവർ തമ്മില് നല്ല ചേർച്ചയാണ്. നടത്തി കൊടുക്കണം. നീ എവിടെ പോകുന്നു? ആഹാരം കഴിക്കും. എനിക്ക് വിശപ്പില്ല. ഞാനിതൊന്ന് മാറ്റിയിട്ട് വരുന്നു. നീ എന്തിനാടാ കരയുന്നത്? കരയാതെ പിന്നെ ചിരിക്കണം. അതെന്റെ ജീവിതം തുല്യം സ്നേഹിച്ചതാണ് അവള്. ശരി, സമ്മതിച്ചു. പക്ഷെ തിരിച്ച് അവൾ നിന്നെ സ്നേഹിച്ചിരുന്നില്ലല്ലോ. അങ്ങനെ സ്നേഹിക്കണം എന്ന് നിയമമൊന്നുമില്ലല്ലോ. അവളെന്റെ മുറപ്പെണ്ണാണ്. ഓഹോ, മുറപ്പെണ്ണാണല്ലേ? എന്നാ വേഗം ചെല്ലി കല്യാണം കഴിച്ചോ. ഒട്ടും വൈകണ്ട. എന്നെ കളിയാക്കരുത്. എടാ വിഡ്ഢി, ഈ ലോകത്ത് അവസാനത്തെ പെണ്ണാണോടാ ലത. ഒരു ലതയില്ലെങ്കിൽ സീമ, അല്ലെങ്കിൽ സ്വപ്ന, അല്ലെങ്കിൽ റാണി, അല്ലെങ്കിൽ നിത്യ, അങ്ങനെ എത്രയോ പെണ്ണുങ്ങളുണ്ട്. എന്നാലും നിന്റെ എന്നാലും ഒരു പീക്കിരി പെണ്ണാണോ അതോ നിന്റെ പൊസിഷനാണോ നിനക്ക് വലുത്? കാക്കി യൂണിഫോം ഇട്ട് പിസ്റ്റളം പിടിച്ച് പെണ്ണുങ്ങളെ പോലെ മോഹൻ നിനക്ക് നാണമില്ലേ? ആഴത്ത് മുളവനാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. എന്താണ്? അവരെ ചെന്ന് അനുഗ്രഹിക്കണം. ഓ പിള്ളച്ചേട്ടൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ ആഗ്രഹമുണ്ടായാൽ മാത്രം മതിയോ? അവൾക്കാണെങ്കിൽ ഈ കാര്യം പറയുന്നത് തന്നെയും കരിയ. നിർബന്ധിച്ച് നടത്തുന്നത് അവന് ഇഷ്ടവുമല്ല. ഞാൻ എന്ത് ചെയ്യും? ഇതേ വിഷന്ന് ജീവൻ പോകുന്നു. മോനെ, എന്തോ? കല്യാണം കഴിഞ്ഞാൽ സുരേഷിന് ഭാര്യ വീട്ടിൽ താമസിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് നീ ഉടനെ ഒരു കല്യാണം കഴിച്ചേ പറ്റൂ. എന്നെ നോക്കാൻ ആരെങ്കിലും വേണ്ടടാ. ആലോചിക്കാം. ഈ ജോലി തിരക്കൊന്ന് കഴിയട്ടെ. ഇന്ന് കാലത്ത് 3 റൗഡികളെ ഒതുക്കി. ഇനി സിറ്റി മുഴുവൻ ഉറപ്പിക്കുന്ന ഒരു കാർ മോഷണക്കാരുണ്ട്. അവന്റെ പുറകെ പോണം. പേരെ നിന്നിട്ട് വള്ളം ഇറക്കാൻ പറ്റുമോ മോനെ? പിള്ളച്ചേട്ടാ, എങ്ങനെയുണ്ട്? അമ്മാവ, ഇവള് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു കാണുകയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംതൃപ്തി. ലാൽ, ഡാഡി. ലിസൺ. ഈ വരുന്ന 15-ാം തീയതി നമ്മൾ സിറ്റി ബാങ്ക് ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ലോക്ക് നിർമ്മാണ കമ്പനിയുടെ ലോക്കറുകളാണ് ബാങ്കിനുള്ളത്. അത് നമ്മൾ തുറക്കണം. എങ്ങനെ? നോ ക്വസ്റ്റ്യൻസ്. യു ഫൈൻഡ് ഔട്ട് സംബഡി. ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. ഈ വരുന്ന 15-ാം തീയതി ഇന്റർനാഷണൽ കാർ റേസിൽ പങ്കെടുക്കുന്ന കാറുകൾ ഈ വഴി കടന്നുപോകും. അതിലൊരു കാർ ഇവിടെ എത്തണം. അതിന് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണം. നിന്നെ ആദ്യമായി ഏൽപ്പിക്കുന്ന ജോലിയാണ്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഡാഡി.